എന്താണ് ഏരിയയും പെരിമീറ്ററും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഇവരുടെ രണ്ട് പേർക്കും ഡിഫറൻ്റായിട്ട് ഫോമുലാസ് പഠിച്ചിട്ടുണ്ട്. ഏരിയയ്ക്ക് ഒരു ഫോമുല കാണും, പെരിമീറ്ററിന് ഒരു ഫോമുല കാണും. എന്നാൽ ഇത് രണ്ടും തമ്മിൽ എന്താ ബന്ധം, എന്താ ഏരിയ, എന്താ പെരിമീറ്റർ എന്നൊക്കെ നമുക്ക് അപ്പോൾ ആ സമയത്തൊക്കെ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നായിരിക്കും. കൃത്യമായ ഒരു മീനിങ് ഒന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഷേപ്പ് എടുക്കുവാണ്. ഷേപ്പ് എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷണൽ ഷേപ്പ്. അതായത് ഇപ്പോൾ സർക്കിൾ, റെക്റ്റാങ്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ ഇതെല്ലാം 2 ഡയമെൻഷണൽ ഷേപ്പാണ്. അപ്പോൾ ഈ ഷേപ്പുകളുടെ എല്ലാം അകത്തുള്ള സ്പേസിനെയാണ് ഏരിയ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ വരച്ചെങ്കിൽ ആ ക്ലോസ്ഡ് ലൂപ്പിൻ്റെ അകത്തുള്ള ആ ഒരു സ്പേസാണ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുപോലെ തന്നെ ഒരു ഷേപ്പ് എടുക്കുക. അപ്പോൾ ആ ഷേപ്പിൻ്റെ പുറത്തുള്ള, അതായത് അതിൻ്റെ ആ സറൗണ്ടിങ്ങിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പെരിമീറ്റർ എന്ന് പറയുക. അതായത് ഡിസ്റ്റൻസ് അറൗണ്ട് എ ഷേപ്പാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഈ സർക്കിളിൻ്റെ ഈ വരയ്ക്കുന്നില്ലേ, ഇതാണ് അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഈ സ്പേസ് അറൗണ്ട് ആ ഷേപ്പ്, അതാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷേപ്പിൻ്റെ പെരിമീറ്റർ കിട്ടാനായിട്ട് അതിൻ്റെ ആ സൈഡുകളെ തമ്മിൽ ആഡ് ചെയ്താൽ മതി നമ്മൾ ശരിക്കും. ഇപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ഏരിയ എങ്ങനെ കാണാം? ലെങ്ത് ഇൻറ്റു വിഡ്ത്താണ്. അപ്പോൾ പെരിമീറ്റർ 2 ഇൻറ്റു ലെങ്ത് പ്ലസ് വിഡ്ത്ത്, ഇങ്ങനെ നമ്മൾ ഫോമുലാസ് പഠിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊരു ഗാർഡനാണ് കൺസിഡർ ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു ഗാർഡൻ ആണെങ്കിൽ ആ ഗാർഡൻ്റെ അകത്തുള്ളത് അതിൻ്റെ ഏരിയയും, ഇപ്പോൾ അതിന് ചുറ്റും ഒരു ഫെൻസ് ഉണ്ടെങ്കിൽ ആ ഫെൻസിൻ്റെ ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പെരിമീറ്റർ എന്ന് വിളിക്കുക. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് ഏരിയ പെരിമീറ്റർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഫോമുല നോക്കുകയാണെങ്കിൽ സർക്കിളിൻ്റെ ഏരിയ πr² ആണ്. അതുപോലെ അതിൻ്റെ പെരിമീറ്റർ 2πr ആണ്. ഇതിൽ പൈൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്കറിയാം, 3.14. അപ്പോൾ ഇതാണ് ഇവരുടെ ഫോമുലയിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഞാൻ റെക്റ്റാങ്കിളിൻ്റെ കേസ് നേരത്തെ പറഞ്ഞു. ഇപ്പോൾ സ്ക്വയറിൻ്റെ കേസിലാണെങ്കിൽ എന്താ, സ്ക്വയറിൻ്റെ എല്ലാ സൈഡും ഈക്വലാണ്. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് A² ആണ്. അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ എന്താ, പെരിമീറ്റർ കാണാൻ എപ്പോഴും എന്താ, ചുറ്റുമുള്ള ആ ഡിസ്റ്റൻസാണ്, അതിൻ്റെ സം ചെയ്താൽ മതി. അപ്പോൾ 4 സൈഡാണ് സ്ക്വയറിനുള്ളത്. അപ്പോൾ എല്ലാ സൈഡും ഈക്വലാണ്. അപ്പോൾ A+A+A+A എന്ന് ചെയ്താൽ മതി. അതല്ലെങ്കിൽ 4 ഇൻറ്റു A എന്ന് ചെയ്താലും മതി. അതാണ് സ്ക്വയറിൻ്റെ പെരിമീറ്ററിൻ്റെ ഫോമുല. ഇപ്പോൾ റെക്റ്റാങ്കിളിന് എന്താ ഉള്ളത്? ലെങ്ത്തും ബ്രെഡ്ത്തും അല്ലെങ്കിൽ വിഡ്ത്ത്. ലെങ്ത്തും ബ്രെഡ്ത്തും ആണ് റെക്റ്റാങ്കിളിനുള്ളത്. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആയിരിക്കും. അപ്പോൾ പെരിമീറ്റർ എന്താ വരിക? 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് 2 ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ 2 പുറത്തേക്ക് എടുക്കുമ്പോൾ 2 ഇൻറ്റു L+B എന്ന് വരും. ഇനി നമുക്കുള്ള ആളാരാ? ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ ഫോമുല എന്താ? ½ ആണ്. അപ്പോൾ ½ അതിൻ്റെ ഏരിയയും, പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താ? 3 സൈഡാണ് ട്രയാങ്കിളിനുള്ളത്. അപ്പോൾ A+B+C ആണ് അതിൻ്റെ പെരിമീറ്റർ വരുന്നത്. ഇതിൽ ബിയും എച്ചും എന്താണെന്നറിയാമല്ലോ, ബേസും ഹൈറ്റും. ട്രയാങ്കിളിൻ്റെ 3 സൈഡിൽ ബേസും ഹൈറ്റും ആണ് ½ ഇൻറ്റു B ഇൻറ്റു H വരുന്നത്. ഇനി ഇതിൻ്റെ യൂണിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഏരിയയുടെ യൂണിറ്റ് ഇപ്പോൾ സെൻറ്റിമീറ്ററിലാണ് രണ്ടാളും. അതായത് ഇപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും റെക്റ്റാങ്കിളിൻ്റെ കേസിൽ സെൻറ്റിമീറ്ററിലാണെങ്കിൽ ഏരിയ തന്നെ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നായിരിക്കും, അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ. അങ്ങനെ എന്താണോ യൂണിറ്റ് അതനുസരിച്ച് ആയിരിക്കും വരിക. ഇനി പെരിമീറ്റർ എങ്ങനെയാണ് വരിക? അത് മീറ്റർ, സെൻറ്റിമീറ്റർ അങ്ങനെയാണ് പെരിമീറ്ററിൻ്റെ യൂണിറ്റ് വരിക.